ഫിസിക്സ് ഫസ്റ്റ് ഇയറിൽ നമുക്ക് തിയറി 60 മാർക്കാണ്, CE 20 മാർക്കിൻ്റെയാണ്, പ്രാക്ടിക്കൽ 20 മാർക്ക്, അങ്ങനെ ടോട്ടൽ 100 മാർക്കാണ്. സെക്കൻഡ് ഇയറിൽ സെയിം തന്നെ, തിയറി 60 മാർക്ക്, CE 20 മാർക്ക്, പ്രാക്ടിക്കൽ 20, ടോട്ടൽ 100 മാർക്ക്. നമുക്ക് ഫസ്റ്റ് ഇയറിൽ 15 ചാപ്റ്റേഴ്സാണുള്ളത്. 15 ചാപ്റ്റേഴ്സിലും ചാപ്റ്റർ വൈസ് എത്ര മാർക്കാണ് എന്നുള്ള മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ചാപ്റ്റർ ഫിസിക്കൽ വേൾഡ്. അതിൽ സ്റ്റെപ്സ് ഇൻ സയൻറ്റിഫിക് മെത്തേഡ്. ഒരു സയൻറ്റിഫിക് മെത്തേഡിൽ ഏതൊക്കെ സ്റ്റെപ്സാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റ് വൺ സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ. സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചിട്ടയായ നിരീക്ഷണം. രണ്ടാമത്തത് കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ്സ്, നിയന്ത്രിതമായ പരീക്ഷണങ്ങൾ നമ്മൾ നടത്തണം. പിന്നെ ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, അതിനെ അനാലിസിസ് നടത്തുക. ക്വാളിറ്റി പരമായും ക്വാണ്ടിറ്റി പരമായും നമ്മൾ അനാലിസിസ് നടത്തുന്നു. മാത്തമാറ്റിക്കൽ മോഡലിംഗ്, അതായത് അതിനെ ഒരു മാത്തമാറ്റിക്കൽ ഇക്വേഷനാക്കി മാറ്റാൻ പറ്റുമോ നമ്മൾ നോക്കുന്നു. പ്രഡിക്ഷൻ, നമ്മൾ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ അതിൽ നിന്ന് പ്രവചിക്കുന്നു. വെരിഫിക്കേഷൻ ആൻഡ് ഫാൾസിഫിക്കേഷൻ ഓഫ് തിയറീസ്. വെരിഫിക്കേഷൻ ഓർ ഫാൾസിഫിക്കേഷൻ ഓഫ് തിയറീസ്. തിയറി ഒന്നുകിൽ അത് വെരിഫൈ ചെയ്യുക ശരിയാണ്, അല്ലെങ്കിൽ അതിൻ്റെ തെറ്റാണെങ്കിൽ വീണ്ടും എക്സ്പെരിമെൻ്റ് റിപ്പീറ്റ് ചെയ്യുക. ഇത്രയാണ് സയൻറ്റിഫിക് മെത്തേഡിൻ്റെ സ്റ്റെപ്സ്. ഏതൊക്കെയാണ്? സിസ്റ്റമാറ്റിക് ഒബ്സർവേഷൻസ്, കൺട്രോൾഡ് എക്സ്പെരിമെൻറ്റ്സ്, ക്വാളിറ്റേറ്റീവ് ആൻഡ് ക്വാണ്ടിറ്റേറ്റീവ് റീസണിങ്, മാത്തമാറ്റിക്കൽ മോഡലിംഗ്, പ്രഡിക്ഷൻ, വെരിഫിക്കേഷൻ ഓർ ഫാൾസിഫിക്കേഷൻ ഓഫ് തിയറീസ്. എന്താണ് ഫിസിക്സ് നോക്കാം. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് നേച്ചർ ആൻഡ് ഇറ്റ്സ് ലോസ്. പ്രകൃതിയെക്കുറിച്ചും അതിലെ ലോസിനെ കുറിച്ചും പഠിക്കുന്ന സ്റ്റഡിയാണ് ഫിസിക്സ് എന്ന് പറയുന്നത്. 2 പ്രിൻസിപ്പൽ ത്രസ്റ്റ്സ് ഓഫ് ഫിസിക്സ്. 2 രീതിയിലുള്ള പഠനം ഫിസിക്സിലുണ്ട്. ഒന്ന് യൂണിഫിക്കേഷൻ ആണ്, അടുത്തത് റിഡക്ഷൻ ആണ്. In unification, we attempt to explain diverse physical phenomena in terms of few concepts and laws. അപ്പോൾ ചെറിയ കൺസെപ്റ്റുകളും ചെറിയ ലോസൊക്കെ ഉപയോഗിച്ചിട്ട് ഒരു ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു വലിയ ഫിസിക്കൽ ഫിനോമിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയാണ് യൂണിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതായത് ഏകീകരിക്കുക. അടുത്ത വരുന്നത് റിഡക്ഷൻ ആണ്. റിഡക്ഷൻ മീൻസ് അറ്റംപ്റ്റിംഗ് ടു ഡിറൈവ് പ്രോപ്പർട്ടീസ് ഓഫ് ബിഗ്ഗർ മോർ കോംപ്ലക്സ് സിസ്റ്റം ഫ്രം പ്രോപ്പർട്ടീസ് ഓഫ് കൺസ്റ്റിറ്റ്യൂവന്റ് സിംപ്ലർ പാർട്സ്. ഒരു കോംപ്ലക്സ് സിസ്റ്റത്തിനെ ചെറിയ ചെറിയ പാർട്സ് ആക്കിയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? റിഡക്ഷൻ എന്ന് പറയുന്നത്. സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെന്റ് ഓഫ് ഫിസിക്സ്. 3 മെയിൻ ഡൊമൈൻസ് ഓഫ് ഫിസിക്സ്. ഏതൊക്കെയാണ്? 3 മേഖലകൾ നോക്കാം. ഒന്ന് മാക്രോസ്കോപ്പിക് ആണ്. മാക്രോസ്കോപ്പിക് എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ് സൈസ്, അതിന് വലിയ സൈസ് ഉള്ളതിനെ നമ്മൾ മാക്രോസ്കോപ്പിക് എന്ന് പറയാം. അതിന് എക്സാമ്പിൾസ് ആണ് ക്ലാസിക്കൽ ഫിസിക്സ്. ക്ലാസിക്കൽ ഫിസിക്സിൽ ഉൾപ്പെട്ടിട്ടുള്ള സാധനങ്ങളാണ് മെക്കാനിക്സ്, തെർമോഡൈനാമിക്സ്, ഇലക്ട്രോഡൈനാമിക്സ്, ഒപ്റ്റിക്സ് തുടങ്ങിയവ. അടുത്തത് മൈക്രോസ്കോപ്പിക് ആണ്. ഇൻക്ലൂഡ്സ് സ്റ്റഡി ഓഫ് മോളിക്യൂൾസ്, അതായത് ചെറിയ സൈസിലുള്ള സാധനങ്ങളെ പറ്റിയിട്ടുള്ള പഠനം. മോളിക്യൂൾസ്, ആറ്റംസ്, ന്യൂക്ലിയൈ, ഇലക്ട്രോൺസ് ആൻഡ് അതർ എലമെൻ്ററി പാർട്ടിക്കിൾസ്. അത് എക്സാമ്പിളാണ് ക്വാണ്ടം തിയറി. അത് മൈക്രോസ്കോപ്പിക് ലെവലിലുള്ള സ്റ്റഡിയാണ്. ഇനി ഇതിന് രണ്ടിനും ഇടയിലുള്ളതാണ് മെസോസ്കോപ്പിക്, ഇൻ ബിറ്റ്വീൻ മാക്രോസ്കോപ്പിക് ആൻഡ് മൈക്രോസ്കോപ്പിക്, ഡീലിംഗ് വിത്ത് ഫ്യൂ ടൺസ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് ആറ്റംസ്. കുറച്ച് ആറ്റങ്ങളെ പറ്റിയിട്ടാണെങ്കിൽ എന്ത് ചെയ്യുന്നു പറഞ്ഞാൽ അതിനെ മീസോസ്കോപ്പിക്. അപ്പോൾ 3 മേഖലകളിലൂടെ നമ്മൾ പഠനം കൊണ്ടുപോകുന്നുണ്ട്: മാക്രോസ്കോപ്പിക്, മൈക്രോസ്കോപ്പിക് ആൻഡ് മീസോസ്കോപ്പിക്. The scope of physics is vast. It covers tremendous range of magnitude of physical quantities like length, mass, time, energy, etc. ഫിസിക്സിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അത് ഭയങ്കര റേഞ്ചിൽ ചെറുത് മുതൽ ഏറ്റവും വലുത് വരെയുള്ള മാഗ്നിറ്റ്യൂഡുകൾ എന്ത് ചെയ്യുന്നുണ്ട്, കൈകാര്യം ചെയ്യുന്നുണ്ട്. ഇനി ഫിസിക്സ്, ടെക്നോളജി ആൻഡ് സൊസൈറ്റി. സംടൈംസ് ടെക്നോളജി ഗീവ് റൈസ് ടു ന്യൂ ഫിസിക്സ്. ചില സമയത്ത് ടെക്നോളജി പുതിയ ഫിസിക്സ് ഉണ്ടാക്കും. ആൻഡ് അതർ ടൈംസ് ഫിസിക്സ് ജനറേറ്റ്സ് ന്യൂ ടെക്നോളജി. ഫിസിക്സ് പുതിയ ടെക്നോളജി ഉണ്ടാക്കും. ബോത്ത് ഹാവ് ഇമ്പാക്ട് ഓൺ സൊസൈറ്റി. അപ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാകും, ടെക്നോളജി പുതിയ ഫിസിക്സ് ഉണ്ടാക്കും, അല്ലെങ്കിൽ ഫിസിക്സ് പുതിയ ടെക്നോളജി ഉണ്ടാക്കും. അപ്പോൾ ഇത് സൊസൈറ്റിയുമായിട്ട് എന്തുണ്ട്, ബന്ധപ്പെട്ടിട്ടാണ് കിടക്കുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്, എക്സാമിന് സാധാരണ ചോദിക്കാറുള്ള കാര്യങ്ങളാണ്. ഫണ്ടമെന്റൽ ഫോഴ്സസ് ഇൻ നേച്ചർ. ഏതൊക്കെയാണ് ഫണ്ടമെന്റൽ ഫോഴ്സസ് നോക്കാം. ഒന്നാമത്തത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. 2 വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്.
3 ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്. 4 സ്ട്രോങ് ഫോഴ്സ്, സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. ഇത് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പറഞ്ഞാൽ ഫോഴ്സ് ബിറ്റ്വീൻ ബോഡീസ് ഹാവിങ് മാസസ് ഉള്ള എല്ലാ ബോഡീസും തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ട്. നമ്മൾ ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ട്. ആ ഫോഴ്സിനെയാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്ന് പറയുന്നത്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് പറഞ്ഞാൽ ന്യൂക്ലിയസിന് അകത്തു നിന്ന് ചില കണങ്ങൾ വരുന്നുണ്ട്, ബീറ്റ ഡിക്കെ എന്നൊക്കെ പറഞ്ഞിട്ട്, അവിടെ ഉണ്ടാവുന്ന ഫോഴ്സിനെയാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് എന്ന് പറയുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് പറഞ്ഞാൽ കമ്പൈൻഡ് ഫോഴ്സ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ആണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് പറഞ്ഞാൽ നമ്മളെ ന്യൂക്ലിയർ ഫിഷൻ, ന്യൂക്ലിയർ ഫ്യൂഷൻ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഫോഴ്സാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഇൻക്രീസിങ് ഓർഡർ ഇങ്ങനെയാണ് വരുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അതിനേക്കാട്ടും സ്ട്രോങ്ങർ ആണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ്, അതിനേക്കാൾ സ്ട്രോങ്ങർ ആണ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ്, അതിനേക്കാൾ സ്ട്രോങ്ങർ ആണ് സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. അപ്പോൾ ഇതിലെ വീക്കസ്റ്റ് ഫോഴ്സ് ഏതായിരിക്കും? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. അതുപോലെ തന്നെ സ്ട്രോങ്ങസ്റ്റ് ഫോഴ്സ് ഏതായിരിക്കും? സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ്. എന്നൊക്കെ ഓരോന്നിൻ്റെ റിലേറ്റീവ് സ്ട്രെങ്ത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണെങ്കിൽ 10⁻³ ആണ്. ന്യൂക്ലിയർ ഫോഴ്സ് ആണെങ്കിൽ 10⁻13 ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് 10⁻². അതുപോലെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് 1. അതിൻ്റെ റേഞ്ച് നോക്കാം. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഇൻഫൈനൈറ്റ് റേഞ്ച് ആണ്. വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആണെങ്കിൽ വെരി ഷോർട്ട് റേഞ്ച് ആണ്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സും ഇൻഫൈനൈറ്റ് റേഞ്ച് ആണ്. സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ഷോർട്ട് റേഞ്ച് ആണ് വരുന്നത്. ഇനി നോക്കുക, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആർക്കിടയിൽ? ഓൾ ഒബ്ജക്ട്സ് ഇൻ യൂണിവേഴ്സ്. പ്രകൃതിയിലെ എല്ലാ ഒബ്ജക്ട്സിലും അത് എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് സം എലമെന്ററി പാർട്ടിക്കിൾസ്, പർട്ടിക്കുലർലി ഇലക്ട്രോൺസ് ആൻഡ് ന്യൂട്രിനോ. ഇലക്ട്രോണിലും ന്യൂട്രിനോകളൊക്കെയാണ് വീക്ക് ന്യൂക്ലിയർ ഫോഴ്സ് ആക്ട് ചെയ്യപ്പെടുന്നത്. ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ഉണ്ടാവുന്നത് ചാർജ്ഡ് പാർട്ടിക്കിൾസിലാണ്. അതുപോലെ തന്നെ സ്ട്രോങ് ന്യൂക്ലിയർ ഫോഴ്സ് ന്യൂക്ലിയോൺസ് പറഞ്ഞാൽ ന്യൂട്രോൺസ് ആൻഡ് പ്രോട്ടോൺസിൽ, അതുപോലെ തന്നെ ഹെവിയർ എലമെന്ററി പാർട്ടിക്കിൾസിലാണ് ആക്ട് ചെയ്യപ്പെടുന്നത്. ഇനി നേച്ചർ ഓഫ് ഫിസിക്കൽ ലോസ്. ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് റിമൈൻസ് അൺചേഞ്ച്ഡ് ഇൻ എ പ്രോസസ് ഈസ് കോൾഡ് കൺസേർവ്ഡ് ക്വാണ്ടിറ്റി. ഒരു പ്രോസസ്സിൽ യാതൊരു മാറ്റവും ഇല്ലാതെ നിൽക്കുന്ന ക്വാണ്ടിറ്റിനെ നമ്മൾ എന്ത് പറയുന്നത്? കൺസർവ്ഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്. അതിൽ ചില കൺസർവേഷൻ ലോസ് ഏതൊക്കെ നോക്കുക. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിൻ്റെ ലോ ഓഫ് കൺസർവേഷൻ, പിന്നെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, അടുത്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻറ്റം, അടുത്തത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം.